സഭ ഒന്നടങ്കം ഒരാത്മീയ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പാകുന്ന ആത്മീയ പോരാട്ടം. പരിശുദ്ധരായ സഭാപിതാക്കന്മാർ വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് പരിശുദ്ധ നോമ്പിനെക്കുറിച്ച്. അതുകൊണ്ട് നോമ്പിൻ്റെ തുടക്കത്തിലെ പ്രാർത്ഥനകളിൽ നോമ്പേ സമാധാനത്തോടെ വരിക എന്ന് ആവർത്തിച്ച് ഉരുവിടുന്നത്. വലിയ മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് വലിയ നോമ്പിനെ ആത്മീയ വസന്തം, സ്പിരിച്വൽ സ്പ്രിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വസന്തകാലത്ത് എല്ലാം വിടർന്നു വരുന്ന ഒരു നല്ല അനുഭവം. ഈ വസന്തത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ശുഭുക്കോനോ അഥവാ അനുരഞ്ജനം എന്നുള്ള ഒരു ശുശ്രൂഷയോടു കൂടിയാണ്. അനുരഞ്ജന ശുശ്രൂഷയുടെ അർത്ഥവും ആഹ്വാനവും തിരികെ വരിക എന്നൊരർത്ഥം അതിനുണ്ട്. അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരിക. റെക്കൺസിലിയേഷൻ, അനുരഞ്ജനം എന്ന് പറയുമ്പോൾ ദൈവത്തോടും മനുഷ്യരോടും ഉള്ള അനുരഞ്ജനം. ദൈവത്തോടുള്ള അനുരഞ്ജനം പൂർത്തീകരിക്കപ്പെടുന്നത് മനുഷ്യരോടുള്ള നമ്മുടെ അനുരഞ്ജനം ആത്മാർത്ഥമായി പൂർത്തിയാകുന്നതിലൂടെയാണ്. ദൈവത്തിലേക്ക് നാം തിരികെ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ നമ്മെ ഓർപ്പിക്കുന്നു. വിശുദ്ധനായ ബസേലിയോസ് വീണ്ടും പിതാക്കന്മാർ വളരെ വാചാലമായ ഒരു വിഷയമാണ് നോമ്പ് എന്നുള്ളത്. വലിയ മാർ ബസേലിയോസ് വീണ്ടും പറയുന്നു, ഭക്ഷണത്തെ മാത്രം വർജിച്ചുകൊണ്ട് ഉപവസിക്കരുത്. സകല തിന്മകളിൽ നിന്നും നാവിനെ നിയന്ത്രിക്കണം, കോപത്തെ അടക്കണം, ദുർമോഹങ്ങളെയും കളവിനെയും ദൂരെ കളയണം. ഇവ ഒഴിവാക്കാതെ കേവലം ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമായ നോമ്പായി തീരില്ല. ഭക്ഷണവർജ്യം പാലിക്കാൻ എളുപ്പമായിരിക്കാം, പക്ഷേ നാവിനെ നിയന്ത്രിക്കുക, കോപത്തെ അടക്കുക, ദുർമോഹങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ദൂരെ എറിഞ്ഞു കളയുക, കേവലം ഇതൊഴിവാക്കാതെയുള്ള ഭക്ഷണം മാത്രം ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് പ്രസാദകരം ആകെയില്ല എന്ന്. അതുകൊണ്ട് നമ്മളെ ആകെ കൂടി ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, പരിവർത്തനം ചെയ്യുവാൻ ഈ നോമ്പിന് സാധിക്കണം. നോമ്പിന് അതിനുള്ള ശക്തിയുണ്ട്. പക്ഷേ നാം അതിനെ എങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നോമ്പ് അനുഗ്രഹകരമോ അല്ലാതെയോ ആയി തീരുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മറ്റൊരു സഭാപിതാവും എൻ്റെ കാവൽ പിതാവ് കൂടിയായ സ്വർണ്ണനാവുകാരൻ മാർ ഇവാനിയോസ്, സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, ഉപവാസം ഒരു നല്ല ഔഷധമാണ്. എന്നാൽ ഔഷധം കഴിക്കുന്നത് കൊണ്ട് മാത്രം രോഗം മാറില്ല. അതിന് കൃത്യമായ പഥ്യത്തോടെ കഴിക്കണം. അതുപോലെ അദ്ദേഹം പറയുന്നത്, ക്ഷമയും വിനയവും ദാനധർമ്മവും ഇല്ലാത്ത ഉപവാസം ആത്മാവിൻ്റെ രോഗം മാറില്ല എന്ന്. അലോപ്പതിയിൽ കാര്യമായ ഭക്ഷണ പഥ്യമില്ലെങ്കിലും ആയുർവേദം കഴിക്കുന്നവർക്കറിയാം. ഹോമിയോപ്പതിക്കും ചില പഥ്യങ്ങളുണ്ട്. അപ്പം ഉപവാസം ഒരു നല്ല ഔഷധമാണ്.
നോമ്പൊരു നല്ല ഔഷധമാണ്. അതിൽ ആവശ്യപ്പെടുന്ന, നിർബന്ധിക്കുന്ന, ഡിമാൻഡിങ് എന്നുള്ളതായിരിക്കും കുറേ കൂടി നല്ല പദം എന്ന് തോന്നുന്നു. ചില പഥ്യങ്ങളുണ്ട്: ക്ഷമ, വിനയം, ദാനധർമ്മം. ഇവ ഇല്ലാതെയുള്ള ഉപവാസം ആത്മാവിൻ്റെ രോഗം മാറ്റില്ല. വിശുദ്ധനായ ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് പഠിപ്പിക്കുന്നത്, നിന്റെ സഹോദരനുമായി സമാധാനത്തിൽ ആകാതെ നീ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നത് കത്തുന്ന തീയിൽ വെള്ളമൊഴിക്കുന്നതിന് പകരം എണ്ണ ഒഴിക്കുന്നതിന് സമാനമാണെന്നുള്ളത്. ആളി കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് തീ അണയാൻ വെള്ളമാണ് ആവശ്യം. പക്ഷേ വെള്ളമൊഴിക്കേണ്ടടുത്ത് എണ്ണ ഒഴിച്ചാലുള്ള അനുഭവം എന്താകും എന്നുള്ളത് നമുക്കറിയാം. അപ്പം നിരപ്പിൻ്റെ ആത്മാവാണ് പ്രാർത്ഥനയെ ഫലപ്രദമാക്കി തീർക്കുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അനുതപിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, വീണ്ടെടുപ്പിൻ്റെ അനുഭവം കരസ്ഥമാക്കാൻ, അനുരഞ്ജനപ്പെടുവാൻ, അങ്ങനെ ഈ കാര്യങ്ങളുടെ എല്ലാം അനുഭവത്തിലൂടെ അവസാനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഭാഗവക്കാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാം ഇതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും ഈ നോമ്പിനോട് കാണിക്കുന്ന ഈ അനുഭവങ്ങളായിരിക്കും ഇതിനെ അനുഗ്രഹകരമാക്കി തീർക്കുന്നത്. നോമ്പിൽ സൂത്താറായുടെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന മോശയും ഏലിയായും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കർസായെ ജയിച്ചു. താബോർ മലയിൽ കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മഹുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ മോശയും ഏലിയായും കർത്താവിനോട് സംഭാഷിക്കുന്നതായി ശിഷ്യന്മാർ കാണുന്നു. പത്രോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ എന്ന്. ഈ വേദഭാഗത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മോശ നിയമപുസ്തകങ്ങളുടെ പ്രതിനിധി, ഏലിയാവ് പ്രവചനത്തിൻ്റെ പ്രതിനിധി. ഇത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം, മോശയ്ക്കും ഏലിയാവിനും മഹുദ്ധീകരണത്തിൽ പങ്കാളികളാകാൻ ഭാഗ്യം ലഭിച്ചത് നോമ്പിൻ്റെ അനുഭവത്തിലാണ്. കാരണം മോശ 40 ദിവസം നോമ്പെടുത്തു, ഏലിയ 40 ദിവസം നോമ്പെടുത്തു, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൽ ചെന്നു എന്ന് മാത്രമല്ല, അഗ്നിത്തേരിൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. നോമ്പ് നൽകുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നാം തിരിച്ചറിയണം. മഹുദ്ധീകരണത്തിന്, ക്രിസ്തുവിൻ്റെ മഹുദ്ധീകരണത്തിന് പങ്കാളികളാക്കുവാൻ നോമ്പിന് ശക്തിയുണ്ട് എന്നുള്ളതും ഒരു വ്യാഖ്യാനം ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പങ്കുവെക്കുന്നു. അനുഗ്രഹകരമായി ഈ നോമ്പ് പൂർത്തിയാക്കി ഉയർപ്പിൻ്റെ മഹുദ്ധീകരണത്തിൽ അനുഭവം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ.